കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം തെരഞ്ഞെടുപ്പ് ചർച്ചാ പരിപാടിയുടെ ചിത്രീകരണം തടസ്സപ്പെട്ടു. ഒരു സംഘം CPM പ്രവർത്തകരാണ് പരിപാടി അലങ്കോലപ്പെടുത്തിയത്. പോർക്കളം പരിപാടിയിൽ പങ്കെടുക്കാനാവില്ലെന്ന് പരിപാടി തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് അറിയിക്കുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി അംഗം VV ദക്ഷിണാമൂർത്തി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാവില്ല എന്നായിരുന്നു നിലപാട്. ഒടുവിൽ LDF സ്ഥാനാർത്ഥിയില്ലാതെ ചിത്രീകരണം തുടങ്ങിയതു മുതൽ തന്നെ സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ കൂവിയും അലോസരപ്പെടുത്തിയും പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ സംവരണത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്ന ഈ സമയത്ത് ചർച്ച ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് സ്ഥാനാർത്ഥികളെ സംസാരിക്കാൻ അനുവദിച്ചില്ല. CPM-ന്റെയും LDF-ന്റെയും പ്രവർത്തകർ മുദ്രാവാക്യം മുഴങ്ങി പോലീസിനെതിരെ തിരിഞ്ഞു. പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും LDF പ്രവർത്തകർ വഴങ്ങിയില്ല. അവർ മുദ്രാവാക്യം മുഴക്കി പോലീസിനെതിരെയും തിരിഞ്ഞു. UDF സ്ഥാനാർത്ഥി MK രാഘവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തി. കസേരകൾ തല്ലിത്തകർത്തു. വിമത സ്ഥാനാർത്ഥി കുമാരൻകുട്ടിയെയും മർദ്ദിക്കാൻ ശ്രമം നടന്നു. UDF പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ച് സംഘടിച്ചതോടെ 1 മണിക്കൂറോളം സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. ഏഷ്യാനെറ്റ് ക്യാമറാമാനെയും മർദ്ദിച്ചു. തങ്ങളുടെ സ്ഥാനാർത്ഥി പങ്കെടുക്കില്ല എന്നറിയാമായിരുന്നിട്ടും LDF പ്രവർത്തകർ സ്ഥലത്തെത്തി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. വിശദാംശങ്ങളുമായി